റിപ്പോർട്ട് എക്സ്ക്ലൂസീവ്. വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ത്യൻ സൈന്യത്തിന് ബർത്ത് നൽകാൻ കഴിയില്ല എന്ന അദാനി പോർട്സ്. സൈന്യത്തിന് ബർത്ത് നൽകിയാൽ തുറമുഖത്തിന്റെ വികസനത്തെ അത് ബാധിക്കുമെന്നാണ് വിശദീകരണം. എയർഫോഴ്സ്, നേവി, ആർമി, കോസ്റ്റ് ഗാർഡ് എന്നിവരാണ് ബർത്ത് ആവശ്യപ്പെട്ടത്. നേവി, കോസ്റ്റ് ഗാർഡ് എന്നിവർ സർക്കാരിന് നൽകിയ കത്തും ബർത്ത് നൽകുന്നതിന് വിമുഖതയെ അറിയിച്ച് അദാനി പോർട്സ് നൽകിയ കത്തും റിപ്പോർട്ടറിന് ലഭിച്ചു. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, വിഴിഞ്ഞത്ത് സൈന്യത്തിന് ബർത്ത് വേണമെന്ന ആവശ്യം സൈന്യം ആവശ്യപ്പെട്ടാണ്, അപ്പോൾ നിരാകരിക്കുകയാണ് അദാനി പോർട്സ്. എന്ത് കാരണങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്? സ്മൃതി, സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമായി വിഴിഞ്ഞം വളരുമ്പോൾ അതിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ് രാജ്യത്തെ സേനാ വിഭാഗങ്ങൾ വിഴിഞ്ഞം തുറമുഖത്ത് തങ്ങൾക്ക് ആവശ്യമായ ഭൂമിയും ബർത്തും വേണമെന്ന് അത് സർക്കാരിന് മുന്നിൽ അത് കത്തായി രേഖാമൂലം തന്നെ ആവശ്യം ഉന്നയിച്ചു. പല തവണ ആവശ്യം ഉന്നയിച്ചു. പക്ഷേ എല്ലാ ഘട്ടത്തിലും അദാനി പോർട്സ് അത് നിരാകരിക്കുകയാണ്. അതിന് കാരണമായി അദാനി പോർട്സ് ചൂണ്ടിക്കാട്ടുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഭാവി വികസനത്തിന് ഈ സ്ഥലം കൈമാറ്റം ബർത്ത് അനുവദിക്കുന്നത് വെല്ലുവിളിയായി മാറുമെന്നാണ്. നിലവിലെ സാഹചര്യത്തിൽ ബർത്ത് അനുവദിക്കാൻ കഴിയില്ല എന്ന് തറപ്പിച്ച അദാനി പോർട്സ് പറഞ്ഞു. ഇനി വേണമെങ്കിൽ സർക്കാരിന് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാം എന്നാണ് അദാനി പോർട്സ് സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വിഴിഞ്ഞം പോർട്ടിന് നൽകിയ കത്തിൽ പറയുന്നത്. കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഇന്ത്യൻ നേവി ഇത് സംബന്ധിച്ച് കത്ത് പോർട്ട് സെക്രട്ടറിക്ക് നൽകിയത്. അതേസമയം തന്നെ മാർച്ച് മാസത്തിലാണ് കോസ്റ്റ് ഗാർഡ് സമാനമായ ആവശ്യവുമായി കത്ത് നൽകിയത്. ഏതാണ്ട് 40 ഏക്കർ സ്ഥലമാണ് വിഴിഞ്ഞത്ത് ഇന്ത്യൻ നേവി ചോദിച്ചത്. അവർക്ക് 500 മീറ്റർ ബർത്തും ആവശ്യമാണ്. സമാനമായി തന്നെ 150 മീറ്റർ ബർത്ത് കോസ്റ്റ് ഗാർഡും ആവശ്യപ്പെട്ടു. സമാനമായി 5 ഏക്കർ സ്ഥലം വിഴിഞ്ഞം പോർട്ടിന് സമീപത്ത് കോസ്റ്റ് ഗാർഡും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ 2 കത്തുകൾക്ക് പുറമെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സും സമാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. രാജ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ടാണ് ഇവർ അവിടെ ബർത്ത് സൗകര്യം ആവശ്യപ്പെടുന്നത്. അവരുടെ ഹെലികോപ്റ്ററുകൾ, അവരുടെ കുഞ്ഞു വിമാനങ്ങളും ഒപ്പം കപ്പലുകളും അടുപ്പിക്കാനുള്ള സൗകര്യവും അവർക്ക് ആവശ്യമായ ആയുധങ്ങൾ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും കപ്പലിലേക്ക് കയറ്റാൻ ഉൾപ്പെടെയാണ് ഇത്തരം ആവശ്യം. പ്രധാനപ്പെട്ട എല്ലാ തുറമുഖത്തും അവർക്ക് ബർത്തുണ്ടാവും. പ്രത്യേകിച്ച് ഇന്ത്യക്ക് ഏറ്റവും ഭീഷണി ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരിടമായിട്ടാണ് ശ്രീലങ്ക ഉൾപ്പെടെ കാണുന്നത്. കാരണം ശ്രീലങ്കയിൽ ചൈന ക്യാമ്പ് ചെയ്യുന്നു. അതിന് തൊട്ടപ്പുറത്ത് മറ്റൊരു ദ്വീപിൽ അമേരിക്കയുടെ ബേസ് ക്യാമ്പുണ്ട്. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ ഇങ്ങേ അറ്റത്തുള്ള ഈ വിഴിഞ്ഞം പോർട്ട് ഏറ്റവും സുരക്ഷിത, ഏറ്റവും ആഴം കൂടിയ മേഖല എന്ന് കണക്കാക്കുന്ന ഇടം, ഏറ്റവും കൂടുതൽ കപ്പലുകൾ ഇനി വന്നു പോകാൻ സാധ്യതയുള്ള ഒരിടം എന്നതുകൊണ്ട് തന്നെയാണ് സേനാ വിഭാഗങ്ങൾ എല്ലാം ഇത് അതിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഇവിടെ തങ്ങൾക്ക് ബർത്ത് അനുവദിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ചത്. മാത്രവുമല്ല, കപ്പൽ അപകടങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാവിയിലെന്ന് കോസ്റ്റ് ഗാർഡ് ചൂണ്ടിക്കാട്ടുന്നു. അതുകൊണ്ടാണ് കോസ്റ്റ് ഗാർഡ് ഇവിടെ തങ്ങൾക്ക് സൗകര്യം വേണമെന്ന ആവശ്യം ഉയർത്തുന്നത്. മാത്രമല്ല, അവിടെ മാലിന്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപകടങ്ങളിലൂടെ. അതൊക്കെ തടയുന്നതിന് തങ്ങളുടെ സാന്നിധ്യം ആവശ്യമാണ്. തങ്ങൾക്ക് അവിടെ ബർത്ത് വേണമെന്ന ആവശ്യം അവർ രേഖാമൂലം ഉന്നയിക്കുന്നു. ഒന്നിൽ കൂടുതൽ തവണ ഈ ആവശ്യം ഉന്നയിക്കുമ്പോഴും ഭാവിയിലെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസനത്തിന് ഇതൊക്കെ വലിയ വെല്ലുവിളിയായി മാറുമെന്ന് ചൂണ്ടിക്കാണിച്ച് ഈ ആവശ്യം നിരാകരിക്കുകയാണ്. മറ്റ് പോർട്ടുകളിലുള്ള സാഹചര്യം എന്താണ്? അവിടെ സൈന്യത്തിന്റെ ഒരു സാന്നിധ്യമുണ്ടോ? അവരെ സംബന്ധിച്ച് അപകടങ്ങൾ ഒഴിവാക്കാൻ എന്നുള്ള വിസ്തീർണമൊക്കെയാണോ നൽകുന്നത്? അപ്പോൾ മറ്റ് അദാനി പോർട്ടുകളുടെ സാഹചര്യം എന്താണ് റോഷിപാൽ? സ്മൃതി, മറ്റ് പോർട്ടുകളെക്കാൾ കൂടുതൽ പ്രാധാന്യമാണ് ഇന്ത്യയിലെ സേനാ വിഭാഗങ്ങൾ വിഴിഞ്ഞം തുറമുഖത്തിന് കൽപ്പിക്കുന്നത്. ഒന്ന്, ഭാവിയിൽ വലിയ വികസനങ്ങൾ, അതിനപ്പുറത്തേക്ക് ഏറ്റവും കൂടുതൽ കപ്പലുകൾ അടുക്കാൻ സാധ്യതയുള്ള ഒരു ഇടം കൂടിയായി കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ നേവി അതിൽ പറയുന്നത് സുരക്ഷ കൂടി. ഒന്ന്, ഭൗമ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൃത്യമാണ്. അത് ശ്രീലങ്കയിൽ ചൈന ക്യാമ്പ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യൻ സേനകൾ അതൊരു ആശങ്കയോടെ കാണുന്നത്. അതുകൊണ്ടാണ് ഭൗമരാഷ്ട്രീയത്തിലെ മാറ്റങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അവിടെ ഇത്രയേറെ സൗകര്യങ്ങൾ വേണമെന്ന് ഇന്ത്യൻ നേവി പറയുന്നത്. കോസ്റ്റ് ഗാർഡാണ് കപ്പലുകൾ കൂടുതൽ പോകുന്നതുകൊണ്ട് അപകട സാധ്യതയുണ്ട് എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ കോസ്റ്റ് ഗാർഡിന്റെ സാന്നിധ്യവും സഹായവും ആവശ്യമാണ്. അതുകൊണ്ട് മറ്റ് ഏതെങ്കിലും തുറമുഖത്തേക്കാൾ കൂടുതൽ സുരക്ഷാ പ്രാധാന്യം വിഴിഞ്ഞം തുറമുഖത്തിന്, ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു തുറമുഖമായി മാറാൻ സാധ്യതയുള്ള ഒരിടം കൂടിയാണ് വിഴിഞ്ഞം. അതുകൊണ്ടാണ് അതിന്റെ പ്രാധാന്യത്തോടെ അവിടെ ഈ ബർത്ത് സൗകര്യവും ഭൂമിയും ആവശ്യമാണെന്ന് ഈ സേനാ വിഭാഗങ്ങൾ അങ്ങനെ ഒരു പ്രധാനമായ ഒരു റിക്വസ്റ്റ്
സർക്കാരിന് മുമ്പിലേക്ക് വെക്കുന്നത്. വിഴിഞ്ഞം പോർട്ട് MD-ക്ക് മുന്നിലും അവർ കത്ത് നൽകിയിട്ടുണ്ട്. അതിന് പുറമെ പോർട്ട് സെക്രട്ടറിക്കും എല്ലാ സേനാ വിഭാഗങ്ങളും കത്ത് നൽകി. ഇപ്പോൾ നമുക്ക് നേവിയുടെയും കോസ്റ്റ് ഗാർഡിന്റെയും കത്തുകളും അദാനി ഈ കമ്പനിക്ക് അദാനി പോർട്സ് ഈ ആവശ്യത്തിന് മുന്നിൽ അവർ നിരാകരിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള വിഴിഞ്ഞം പോർട്ട് നൽകിയ കത്തുമാണ് ലഭിച്ചത്. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.